പാലക്കാട് നഗരസഭയിൽ നിർമ്മിക്കുന്ന ബൗദ്ധിക ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിൽ വൻ പ്രതിഷേധം. കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി. ശിലാഫലകവും പ്രതിഷേധക്കാർ തകർത്തു. നഗരസഭ RSS നേതാവ് ഹെഗ്ഡേവാറിന്റെ പേരിൽ നിർമ്മിക്കുന്ന ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ പരിപാടിയിലേക്ക് ആദ്യം പ്രതിഷേധവുമായി എത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഉദ്ഘാടന വേദിയിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർ കെട്ടിടത്തിന്റെ ശിലാഫലകം തകർത്തു. തറക്കല്ലിടാനായി എടുത്ത കുഴിയിൽ ഇറങ്ങി നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധം തുടർന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ DYFI പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. തറക്കല്ലിടാൻ എടുത്ത കുഴിയിൽ DYFI പ്രവർത്തകർ വാഴ വെച്ചു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പാലക്കാട് നഗരസഭയുടെ ചരിത്രത്തിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത നേതാവിന്റെ പേര് പുതിയ കെട്ടിടത്തിന് ഇടാൻ സമ്മതിക്കില്ലെന്നായിരുന്നു DYFI നിലപാട്. ഇതിനിടെ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെയും DYFIയുടെയും പ്രതിഷേധം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവർ ആരോപിച്ചു. ഒരു നല്ല കാര്യം ചെയ്യാൻ LDFന്റെയും UDFന്റെയും ആൾക്കാർ സമ്മതിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നല്ലൊരു ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ ഈ ഒരു സ്ഥാപനം ഇവിടെ വരുന്നു ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. കാരണം ഈ പ്രതിഷേധമൊന്നും ഒന്നുമല്ല എന്ന് നമുക്കറിയാം. നല്ല രീതിയിൽ പോകുന്ന ഒരു നഗരസഭയെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇവിടെ കാണിച്ച UDFന്റെയും LDFന്റെയും പ്രവർത്തകർ. സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് നൈപുണ്യ കേന്ദ്രം നിർമ്മിക്കുന്നതെന്നും നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചല്ല നിർമ്മാണം നടത്തുന്നതെന്നുമാണ് നഗരസഭ അധികൃതർ നൽകുന്ന വിശദീകരണം. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.